ഇന്ന് നമുക്ക് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 1 മണിക്കൂർ മുമ്പെങ്കിലും കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചെടുത്തതാണ്. അപ്പോൾ ആ 2 കപ്പ് അരി തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വേവാനാവുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ വെന്ത് പോയാൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ മൊത്തം കുഴഞ്ഞു പോകും. അതുകൊണ്ട് റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യണം. റൈസ് കുക്കായാൽ അരിപ്പയിലിട്ടിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. റൈസ് നന്നായിട്ട് ചൂട് മാറിയാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അരി ഒട്ടും പൊട്ടിപ്പോവാണ്ട് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ റൈസ് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നതാണെങ്കിൽ അതും നല്ലതായിരിക്കും. ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജിഞ്ചർ, 1/4 ടീസ്പൂൺ ഗാർലിക്ക്, ഒരു 2 ടീസ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ഇല്ല അത്, പിന്നെ 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായാൽ അതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് റെഡ് ക്യാപ്സിക്കം, പിന്നെ അതുപോലെ യെല്ലോ ക്യാപ്സിക്കം അതിൻ്റെ ഒരു ഹാഫ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കണം. ഫ്രൈഡ് റൈസ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം. കാരണം നമ്മൾ ഫ്ലെയിം ചെറുതാക്കി വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസ് എല്ലാം ഒരു ക്രഞ്ചിനെസ് പോയിട്ട് സോഫ്റ്റായി പോവും. അപ്പോൾ ആ ക്രഞ്ചിനെസ് പോകാണ്ട് വേണം നമ്മൾ റൈസിനുള്ള വെജിറ്റബിൾസ് കുക്കാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. സോയാ സോസിനും പിന്നെ റെഡ് ചില്ലി സോസിനെല്ലാം ഉപ്പുണ്ടാവും, അപ്പോൾ അതും കൂടി നോക്കി ചേർക്കുക. പിന്നെ ഞാനിതിൽ 1/2 കപ്പ് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. മൂന്ന് മുട്ട ഉപ്പ് ചേർത്തിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും പൊട്ടിപ്പോവാണ്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈഡ് റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസും റൈസും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫ്രൈഡ് റൈസിന് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ബ്രൊക്കോളി, മഷ്റൂം, അങ്ങനെ നമ്മളെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൽ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇതിനിപ്പോൾ സൈഡ് ഡിഷായിട്ട് ഒന്നും വേണമെന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല. നല്ല കളർഫുള്ളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രൈഡ് റൈസിന് ബസ്മതിൻ്റെ റോ റൈസാണ് യൂസ് ചെയ്യേണ്ടത്. ഫ്രൈഡ് റൈസിന് സോസ് ചെയ്യുന്നത് വിനാഗിരിയും സോയാ സോസും മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചിടുക, പിന്നെ
ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസ് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.